അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രാജ്യത്തിന്റെ അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ കാത്തിരുന്ന ഒരു നിമിഷം. പെഹൽഗാം ആക്രമണത്തിൽ ഇരയായവരുടെ ഭാര്യമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിനുള്ള പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ന് രാവിലെ 1:30 കൂടിയാണ് പാകിസ്ഥാനെ ഇന്ത്യ തിരിച്ചടിച്ചത്. പെഹൽഗാം ആക്രമണം നടന്ന് 14 ദിവസത്തിന് ശേഷം രാജ്യം തിരിച്ചടിച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് അതീവ രഹസ്യമായി ചെയ്തൊരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെ ഒരു നിരപരാധിയുടെ ചോര പോലും വീഴ്ത്താതെ ലഷ്കർ തൊയ്ബ പോലുള്ള ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത്. ഏകദേശം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് കളഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത് 20 ആക്രമണം നടന്നു എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. പാകിസ്ഥാന് ഇന്ന് കറുത്ത ദിനമാണ്. പാകിസ്ഥാൻ ഉണരുന്നത് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബലമായ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നെടുംതൂണായ ഭീകരരെ ആക്രമിച്ച ഞെട്ടലിലാണ്. ഇതാണ് ഇന്ത്യക്ക് പാകിസ്ഥാന് നൽകാനുള്ള മറുപടി. ഇവിടെ പാകിസ്ഥാന് നൽകിയ മറുപടി: നിങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾ തൊട്ടിട്ടില്ല, നിങ്ങളുടെ സൈന്യത്തെ ഞങ്ങൾ തൊട്ടിട്ടില്ല, പകരം ഞങ്ങൾ തൊട്ടത് നിങ്ങൾ വളർത്തി വലുതാക്കിയെടുത്ത ഭീകര സംഘടനകളെയാണ്. ഇന്ത്യയുടെ 26 സഹോദരന്മാരുടെ ജീവനെടുത്തതിനുള്ള പകവീട്ടൽ. ഇന്ത്യയുടെ ആദ്യത്തെ ടാർഗറ്റ് ഏരിയ മുസഹറാബാദിലായിരുന്നു. ഇവിടെയാണ് ലഷ്കർ എ തൊയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്തത്. അതുപോലെ തന്നെ കോർലി, ഗൾപൂർ, ഭിംബ, സിയാൻകോട്ട്, മുരീദ് കെ, ചാക് അമ്രു തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമാണ്. 70ഓളം ഭീകരർ കൊല്ലപ്പെടുകയുണ്ടായി. ഭീകര തലവന്മാർ പലരും അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതായത് ലഷ്കർ നേതാവ് കൊടും ഭീകരനായിട്ടുള്ള അബ്ദുൾ മാലിക് കൊല്ലപ്പെട്ടു. അങ്ങനെ പല കൊടും ഭീകരും അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യ ആക്രമിച്ച പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അതായത് പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ തകർത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും സന്തോഷിക്കാനുള്ള കാര്യം ഭീകര പരിശീലന കേന്ദ്രങ്ങളും തകർത്തു എന്നുള്ളതാണ്. ശരിയാണ്, 14 ദിവസത്തെ നിശബ്ദതയായിരുന്നു ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു ആക്രമണം. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്: കൊന്നവരെവിടെ? അവരിപ്പോഴും കാണാമറയത്താണ്. ഇത്രയും വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ നടത്തി നമ്മൾ വിജയിച്ചു. പക്ഷേ എന്നിട്ടും പെഹൽഗാം ആക്രമണം നടത്തി കടന്നു കളഞ്ഞവരെ ഇന്ത്യക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? 300 കിലോമീറ്റർ താണ്ടി കാശ്മീർ മണ്ണിൽ കാലുകുത്തിയവർ ഒരിക്കലും അതേ 300 കിലോമീറ്റർ താണ്ടി പാകിസ്ഥാനിൽ എത്തില്ല. അതിനു മുൻപേ നമ്മുടെ സൈന്യം അവരെ കണ്ടെത്തേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ഇന്നും അവർ കാണാമറയത്താണ് നിൽക്കുന്നത്. ഈ ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ ആ 4 ഭീകരരെ പിടിച്ച് ഇന്ത്യൻ ജനതയെ സാക്ഷിയാക്കി കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയം പൂർത്തിയാക്കുക. ഇവിടെ ബിഗ് സല്യൂട്ട് നൽകേണ്ടത് ഇന്ത്യൻ ആംഡ് ഫോഴ്സിന് തന്നെയാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും ഒരു ശല്യം ആയിരുന്നു ഈ പറയുന്ന ഭീകരർ. ഭീതി അല്ല, ശല്യം എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. കാരണം ഇന്ത്യ ഇവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാൽ ഈ ഭീകരർ ഇന്ത്യയുടെ ശല്യം തന്നെയായിരുന്നു. ആ ശല്യമാണ് കെടുത്തി കളഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് ഉറങ്ങാം ധൈര്യമായിട്ട്. ഞാൻ പൂർണ്ണമായും ഇവിടെ സല്യൂട്ട് നൽകുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സിന് തന്നെയാണ്. അവരുടെ കുറച്ച് ദിവസത്തെ പരിശ്രമം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു വിജയം. നമ്മൾ ഇന്ത്യക്കാർ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം തിരിച്ചടിക്കും, യുദ്ധം വേണമെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല യുദ്ധമുണ്ടായാൽ നഷ്ടം 2 ഉണ്ടാകുമെന്നുള്ളത്. നമ്മുടെ സൈന്യത്തിലെ പലരും അതിനിരയാകുമെന്നുള്ളത്. ഇവിടെ യുദ്ധമല്ല വേണ്ടത്, സമാധാനപരമായ പകവീട്ടിലായിരുന്നു. ഭൂമിക്ക് ഭാരമായവരെ ഇവിടെ വേണ്ട. ലോക ഭീകരതയ്ക്കെതിരായാണ് ഇന്ത്യ പ്രവർത്തിച്ചത്. ഇന്ത്യ ഇല്ലാതാക്കിയത് ഭീകരവാദികളെയാണ്. ഒരു രാജ്യത്തിന്റെ സൈന്യത്തെയല്ല, അവിടുത്തെ പൗരന്മാരെയല്ല, ഭീകരവാദികളെയാണ് ഇല്ലാതാക്കിയത്. കരനാവിക വ്യോമസേനകൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. 24 മിസൈൽ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 25 മിനിറ്റുകൾ കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ഇവിടെ ഈ ഒരു ആക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള തുടക്കം മാത്രമാണ്. ഇവിടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ലോകരാജ്യങ്ങളെല്ലാം ഭീകരതയ്ക്കെതിരെ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ചൈനയൊഴിച്ച്. ഇവിടെ ഇന്ത്യ വിചാരിച്ചതുപോലെ ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തന്നെ ഇന്ത്യ തകർത്തു കളഞ്ഞു. സാധാരണക്കാർക്കാർക്കും നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തിന്? അജ്മൽ കസബ് പോലുള്ള കൊടും ഭീകരർ വരെ പരിശീലനം നടത്തിയ കേന്ദ്രങ്ങൾ വരെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇനി എന്താണ് പാകിസ്ഥാന്റെ നീക്കം?
അതാണ് നിർണായകമായിട്ടുള്ള ഒരു കാര്യം. കാരണം പാകിസ്ഥാൻ സംരക്ഷിച്ചു കൊണ്ടുവന്ന ഭീകരവാദികളെയാണ് ഇല്ലാതാക്കിയത്. ഇന്ത്യയോട് മല്ലിടാൻ തന്നെയാണ് പാകിസ്ഥാന്റെ തീരുമാനമെങ്കിൽ ഇതിലും ഇരട്ടി പ്രഹരത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാൽ പാകിസ്ഥാൻ നീക്കങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് തന്നെ. ഇവിടെ ഇന്ത്യക്ക് അഭിമാന നിമിഷം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതൊരു യുദ്ധ തുടക്കമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിനെ കാണുന്നത് തന്നെ. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ? അങ്ങനെ അടിച്ചാൽ ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ? പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ജനത്തെ തൊടുന്നതിനേക്കാൾ കൂടുതൽ അവരെ പൊള്ളുന്നത് ഒന്നാണ് അവരുടെ ഭീകരയെ ഇല്ലാതാക്കുക എന്നുള്ളത്. അത് ഇന്ത്യ ഇല്ലാതാക്കി കഴിഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യ ചെയ്ത പോലെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാകുമോ ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തുടരുകയാണ്. എന്തായാലും നമ്മുടെ രാജ്യവും സൈന്യവും പൂർണ്ണമായി റെഡിയാണ് യുദ്ധത്തിനായിട്ട്. പക്ഷെ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നഷ്ടങ്ങൾ മാത്രമാകും ബാക്കിയാകുക. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ വീണ്ടും പ്രകോപിച്ചാൽ ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.